എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബോളിവാർഡ് വേൾഡിലാണ് എത്തിയിരിക്കുന്നത്. ബോളിവാർഡ് വേൾഡ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ബോളിവാർഡാണുള്ളത്. ബോളിവാർഡ് സിറ്റിയും ബോളിവാർഡ് വേൾഡും. ബോളിവാർഡ് സിറ്റി എന്ന് പറയുന്നത് തികച്ചും സൗജന്യമാണ്. എന്നാൽ ബോളിവാർഡ് വേൾഡിന് നമുക്ക് പൈസ കൊടുക്കണം. ഏകദേശം 29 റിയാലോളം ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 29 റിയാലിനൊക്കെ കിട്ടും, അല്ലെങ്കിൽ 100 റിയാൽ അടുത്ത് വരും. വളരെ മനോഹരമായ കാഴ്ചകളാണ് എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി എന്താണ് അവിടെയുള്ള കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം. ബോളിവാർഡ് വേൾഡിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു പോകുവാനായിട്ട് തുടങ്ങുകയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളായിരുന്നു ബോളിവാർഡ് വേൾഡിൽ ഉണ്ടായിരുന്നത്. എന്നാലും എല്ലാ രാജ്യങ്ങളുടെയും തന്നെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഇവിടെ വരുന്നവർക്ക് 3 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 29-30 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് ടിക്കറ്റ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ടെന്നാൽ നമ്മൾ ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് എപ്പോഴും എടുക്കണം. അതുപോലെ തന്നെ ക്യാമറ അലൗഡ് അല്ല. മൊബൈലിൽ മാത്രമേ നമുക്ക് ഫോട്ടോയും വീഡിയോ എല്ലാം ചിത്രീകരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും സന്ദർശിക്കേണ്ട വളരെ നല്ലൊരു സ്ഥലമാണ്. കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ നേരത്തെ തന്നെ 4 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ രാത്രി ലേറ്റ് ആകുന്നതുവരെ ഇരിക്കാനുള്ള സമയം കണ്ടെത്തി വരുന്നവർക്ക് നന്നായിരിക്കും. കാരണം അത്രയധികം കാഴ്ചകളും അത്രയധികം നടക്കുവാനുമുണ്ട്. അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യം എടുത്തിട്ടുണ്ടാണ്. എല്ലാ സ്ഥലങ്ങളുടെയും ഫേമസ് ആയിട്ടും പ്രശസ്തമായിട്ടുള്ള വളരെയധികം ഫുഡുകൾ നമുക്കിവിടെ കാണുവാനായിട്ടും ടേസ്റ്റ് ചെയ്യാനായിട്ടും കഴിയും. പക്ഷേ എക്സ്പെൻസീവ് ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ആ മുൻകരുതൽ എടുത്തിട്ട് വരിക. അതുപോലെ തന്നെ ഏതായാലും ഒരിക്കലും നമ്മൾ സന്ദർശിക്കേണ്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. കാരണം അത്രയധികം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ആരെയും ആകർഷിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി പണിതീർത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബോളിവാർഡ് വേൾഡ് എന്ന് പറയുന്നത്. ബോളിവാർഡ് സിറ്റിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി വളരെ അട്രാക്റ്റീവായ കാഴ്ചകളാണ് ബോളിവാർഡ് വേൾഡിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ടും നമുക്ക് പണം മുടക്കുന്നതുകൊണ്ട് ഒരിക്കലും നഷ്ടമാവില്ല. അത്ര നല്ല വളരെയധികം നല്ല കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആരെയും നിരാശരാക്കാത്ത രീതിയിൽ വളരെ അത്യാകർഷകമായി നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ അങ്ങനെ കയറുമ്പോൾ തന്നെ വളരെ മനോഹരമാണ്. അവിടെ നിന്ന് പോകുന്ന നമ്മൾ ചൈന ടൗണിലേക്കാണ് ഈ കയറുന്നത്. ചൈനയുടെ നമ്മൾ ഏകദേശം ഒരു ചൈനയിൽ ചെന്ന ഒരു പ്രതിനിധിയായിരിക്കും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ. കാരണം അതുപോലെ തന്നെ ചൈനയുടെ വൈവിധ്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കാഴ്ചകളും ആ ചൈനയിൽ ചെന്ന് കാണുന്ന ആ ഒരു പ്രതിനിധിയാണ്. ഏതായാലും നമുക്ക് ഉള്ളിലേക്ക് പോയി കൂടുതൽ കാഴ്ചകൾ കാണാം. നമ്മൾ ഇതുപോലുള്ള കാഴ്ചകളെല്ലാം കാണുന്നതിന് നമ്മൾ പണ്ട് ദുബായിലെല്ലാമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അവിടെ ഇനി പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയുള്ള പവലിയനുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും പവലിയനുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇത് ചൈനയുടെയാണ്. വളരെ വലിയൊരു ഏരിയ തന്നെ ഇതിനു വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. വളരെ അതുപോലുള്ള കാഴ്ചകളാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. കുറഞ്ഞ ഏരിയ ഒന്നുമല്ല, വളരെ വിശാലമായ ഒരു ഏരിയ തന്നെയാണ് ഓരോ പവലിയനും ചെയ്തിരിക്കുന്നത്. ചൈനയിലെ തനതായ വാസ്തുവിദ്യകളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ഫുഡും വസ്ത്രങ്ങളും എല്ലാം വിപണനത്തിനും വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട്. നമുക്ക് അവിടെ ചൈനയിൽ ലഭ്യമായ വളരെയധികം സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുവാനായിട്ട് കഴിയും. എന്നാലും കുറച്ച് കോസ്റ്റ്ലിയാണ്, എങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും ഇതൊരു ചൈന ടൗൺ എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് ചൈനയുടെ എല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
ഈ കാണുന്ന ചൈന ടൗൺ ആണ്. ചൈനയുടെ അതേ നമ്മൾ ചൈനയിൽ ചെല്ലുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ചൈനയുടെ എല്ലാ പ്രധാനപ്പെട്ട എല്ലാം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും അതാത് വിശേഷപ്പെട്ട ക്രിയേച്ചർ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ താജ്മഹൽ, ചൈന അതുപോലെ എല്ലാ സ്ഥലങ്ങളിലെയും പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം അതേപോലെ തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന ചൈന ടൗൺ അതിനോട് അടുത്ത് തന്നെയാണ്. ഇത് സിറിയ ടൗൺ ആണ്. സിറിയയുടെ എന്തൊക്കെയാണ് നമുക്ക് അവിടെ പോയി കാണാം. ഓരോ രാജ്യങ്ങളുടെയും വ്യത്യസ്തമായ നിർമ്മിതികളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് സിറിയയിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. അവിടെപ്പെട്ട പ്രധാന വസ്ത്രങ്ങൾ, അവിടെയുള്ള ഫുഡ്, പ്രധാനമായിട്ടും ഫുഡാണ്. ആ രാജ്യങ്ങളിലെ മെയിനായിട്ടുള്ള എല്ലാ ഫുഡും നമുക്ക് അവിടെ നിന്ന് ലഭ്യമാണ്. ഇത് മൊറോക്കോൻ പവലിയനാണ്. മൊറോക്കോയിലെ കാഴ്ചകൾ നമുക്ക് കാണാം. മൊറോക്കോയിലെ അതേ രീതിയിലുള്ള നമ്മൾ മൊറോക്കോയിൽ ചെന്ന ഒരു പ്രകൃതിയായിരിക്കും അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കതിൽ അങ്ങോട്ട് പോയി നോക്കാം. ഇത് നമ്മൾ മൊറോക്കോയുടെ പവലിയനിലേക്കാണ് പ്രവേശിക്കുന്നത്. മൊറോക്കോയിലെ അതേ വാസ്തുവിദ്യ തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ നമ്മൾ ആ മൊറോക്കോയിൽ കാണുന്ന അതേ വാസ്തുവിദ്യയും അതേ ബിൽഡിങ്ങുകളുടെ അതേ ഷേപ്പുകളും അങ്ങനെയുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കൂടുതലായിട്ടും ഒരു ഇസ്ലാമിക് കാഴ്ചകളാണ് ഇവിടെയുള്ള ഇസ്ലാമിക് ഡിസൈൻസുകളാണ് ഇവിടെ അധികമായി ഉപയോഗിച്ചിരിക്കുന്നത്. മൊറോക്കൻ വാസ്തുവിദ്യയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മരുഭൂമിയുടെ നടുവിൽ ഇങ്ങനെയൊരു കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം നമുക്കൊരിക്കലും വിചാരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിർമ്മിതികളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലുള്ള നിർമ്മിതികളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്നത്. മൊറോക്കൻ ഫുഡ്, വസ്ത്രങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ് എങ്കിലും എല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ സെക്കൻഡിലും വളരെയധികം ജനങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർന്ന വളരെയധികം നിർമ്മിതികളും ആരെയും അത്ഭുതപ്പെടുത്തുന്നതിന് യാതൊരു സംശയവുമില്ല. ഇതെല്ലാം ഗെയിമുകളുടെ ഏരിയയാണ്. ഇവിടെയെല്ലാം നമുക്ക് ഗെയിമുകൾ കളിക്കുന്നതിനാണ് വളരെയധികം സൗകര്യങ്ങളാണുള്ളത്. ഇത് ഗ്രീസിന്റെ പവലിയനാണ്. ഗ്രീസിലെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ. നമ്മളിവിടുന്ന് പോകുന്നത് ഗ്രീസിൻ്റെ പവലിയനിലേക്കാണ്. ഗ്രീസിൽ ചെന്ന അതേ ഒരു പ്രതിനിധിയായിരിക്കും. കാരണം അവിടുത്തെ പോലുള്ള അവിടെ ഗ്രീക്ക് ലെറ്റേഴ്സ് മാതിരിയുള്ള ലെറ്റേഴ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ശരിക്കും നമ്മൾ ഗ്രീസിൽ തന്നെയാണോ ചെന്നിരിക്കുന്നത് എന്ന് തോന്നും. അതേപോലെയുള്ള വാസ്തുവിദ്യകളെല്ലാം കാണുമ്പോൾ നമുക്ക് ശരിക്കും ഗ്രീക്കിൽ തന്നെ എത്തിയ മാതിരി ഒരു ഫീലിംഗ് ആണ്. കാരണം ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് പോലുള്ള ഫോണ്ടുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ഓരോന്നും ആലേഖനം ചെയ്തിരിക്കുന്നത്.
ഗ്രീസിലെ ബിൽഡിങ്ങിന് സമാനമായ രീതിയിലാണ് ഇവിടെയുള്ള ഓരോ നിർമ്മിതികളും. ഗ്രീസിൽ നിന്നും ഈജിപ്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈജിപ്തിൻ്റെ പവലിയനാണിത്. നമ്മൾ ഈജിപ്തിൽ ചെന്നാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് ഈജിപ്തിൻ്റെ പവലിയനാണ്. നമ്മൾ ഈജിപ്തിൽ പോയി കഴിഞ്ഞാൽ കാണുവാൻ കഴിയുന്ന കാഴ്ചകളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മമ്മി, പിരമിഡ്, അങ്ങനെ വേണ്ട അവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷനുകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. ഈജിപ്തിലെ കൊത്തുപണികളും വാസ്തുവിദ്യയെല്ലാമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈജിപ്തിലെ പിരമിഡ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതേപോലെ തന്നെയാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാം നമുക്കിവിടെ മമ്മി അതുപോലെ എല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ആ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ വിനോദത്തിന് വേണ്ടി പുറം രാജ്യങ്ങളെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിച്ചതുകൊണ്ടാകാം ഇതുപോലുള്ള നിർമ്മിതികൾ നിർമ്മിക്കുവാൻ അവരുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉള്ളവരെല്ലാവരും ബഹ്റൈനിലും ദുബായ് അതുപോലുള്ള രാജ്യങ്ങളാണ് പോയി കാണുന്നതും എൻജോയ് ചെയ്യുന്നതിനെല്ലാം വളരെയധികം സമയം ചെലവഴിക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാകാം ഇവിടെ സൗദി അറേബ്യയിൽ ഇതുപോലുള്ളൊരു ബോളിവുഡ് വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ വളരെയധികം പദ്ധതികൾ പുതുതായി ഇനിയും വരുന്നുണ്ട്. കിരിയ അതുപോലുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വളരെയധികം സൗകര്യങ്ങളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ഇന്ത്യയുടെ പവലിയനിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് ഇന്ത്യൻ സോണ്. ഇവിടെ മുതൽ മൊത്തം ഇന്ത്യയുടേതാണ്. ഇങ്ങനെ മൊത്തം നമ്മൾ ഇന്ത്യയുടെ കാഴ്ചകളായിരിക്കും, ഇന്ത്യയുടെ വിവിധങ്ങളായ കാഴ്ചകളായിരിക്കും നമ്മൾ. ഇന്ത്യയുടെതാണ് താജ്മഹൽ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളാണ്. നമുക്ക് ഏതായാലും അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം.
നമ്മൾ ഇന്ത്യയുടെ മെയിൻ എൻട്രൻസിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ മെയിൻ എൻട്രൻസ്. ഇവിടെ മുതൽ ഇന്ത്യയുടെ കാഴ്ചകളാണ്. നമുക്കതെല്ലാം ഇന്ത്യയുടെ കാഴ്ചകളിലേക്ക് കിടക്കാം. എന്തായാലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വളരെയധികം സൗകര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളതും. അതുപോലെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യുന്നതിനും കളിക്കുന്നതിനുമുള്ള ഗെയിമുകൾ കളിക്കുന്നതിനെല്ലാം വളരെയധികം സൗകര്യങ്ങളുണ്ട്. അതിന് തന്നെ പ്രത്യേക ഒരു ഏരിയ ഉണ്ട്. കുട്ടികൾക്കെല്ലാം വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. വളരെയധികം ഗെയിമുകളാണ് അതിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മളിനി യുഎസിലേക്കുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മൾ തായ്ലാൻഡിലെല്ലാം പോകുമ്പോൾ കാണുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലുള്ള മാർക്കറ്റുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിങ്ങിന് വേണ്ടിയ സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ ബോട്ടിങ്ങിനും നമുക്ക് ബോട്ടിലൂടെ ശരിക്കും ഒരു തടാകം തന്നെയാണ്, വലിയൊരു തടാകം തന്നെയാണ്. അതിലൂടെ ബോട്ടിങ്ങും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും മറ്റേതോ ഒരു രാജ്യത്ത് എന്ന ഒരു പ്രകൃതിയാണ് ശരിക്കും നമ്മൾക്ക് സന്ദർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന്. അതുപോലെ തന്നെ ഞങ്ങളിവിടെ നിന്ന് കോൺ ഡോഗ് മേടിച്ചു. വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ഫുഡാണ് ഇവിടെ. എന്നാലും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരെയും കുട്ടികളെല്ലാം ആകർഷിക്കുന്നതിന് വേണ്ടി വളരെയധികം തരത്തിലുള്ള ഫുഡുകൾ നമുക്കിവിടെ നിന്ന് ലഭ്യമാണ്.
ഇതാണ് ജപ്പാന്റെയും കൊറിയയുടെയും പവലിയനാണ് ഈ കാണുന്നത്. അവിടെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകൾ കാണാതെ എന്തായാലും കാഴ്ചകൾ ഇവിടെയും അവസാനിക്കുന്നില്ല. വളരെ മനോഹരമായ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. നമ്മൾ കണ്ട് മടുക്കുന്നത് വരെ കാണുവാൻ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഫുഡാണെങ്കിലും നമ്മൾ കഴിച്ച് മടുക്കുന്നത് പോലെ നമുക്ക് ഫുഡ് കഴിക്കാം ഇവിടുന്ന്. ഏതായാലും അതിനെല്ലാം എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് എങ്കിലും എല്ലാം വളരെ ഒരു വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ അനുഭവവും വ്യത്യസ്തമായ രുചിക്കൂട്ടുകളും നമുക്ക് ഇവിടുന്ന് ലഭിച്ചു. ഏതായാലും പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.